അവളുടെ നോട്ടത്തിലും ഭാവത്തിലും എനിക്കെന്തോ പന്തികേട് മണക്കുന്നുണ്ടായിരുന്നു. എന്നാ എടുത്ത് പറഞ്ഞേക്ക്, വല്ല പനിയോ തലവേദന ആയിരുന്നുവെന്ന്. അല്ലാതെ ഇന്ന് നടന്നുവെന്നും കൂട്ടുകാരിയോട് വിളമ്പണ്ട. അമ്മ അതും പറഞ്ഞുകൊണ്ട് റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി. ആരടി ഫോണിൽ? ഞാൻ അവളോട് ചോദിച്ചു. ചേട്ടാ, അത് മറ്റേ ആൻറ്റിയാ. ചിലപ്പോൾ ഇന്ന് വർക്കുണ്ടാകും, അതാ വിളിക്കുന്നത്. അവൾ എന്നോട് പറഞ്ഞു. മര്യാദയ്ക്കിവിടെ അടങ്ങി ഒതുങ്ങിയിരുന്നു. ഇനി അതിൻ്റെ കുറവും കൂടിയുണ്ട്. അല്ലെങ്കിൽ തന്നെ എന്തോ ഭാഗ്യത്തിൽ രക്ഷപ്പെട്ടതാ. അപ്പോഴാ ഇനി ഒരു ആൻറ്റിയുമായി വന്നിരിക്കുന്നത്. ഞാൻ ആകെ ദേഷ്യത്തിൽ അവളോട് പറഞ്ഞു. ചേട്ടാ, ഞാനൊന്ന് എടുത്തു നോക്കട്ടെ, അല്ലെങ്കിൽ മോശമാണ്. ആൻറ്റി എന്ത് വിചാരിക്കും? എന്നാ എടുത്തു നോക്ക്. കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട. ഇന്ന് ചെല്ലാൻ പറഞ്ഞാൽ ഇന്ന് വരില്ലെന്ന് പറഞ്ഞേക്ക്, ഞാൻ അവളോട് പറഞ്ഞു. ഡാ, എന്താടാ അവിടെ പണി? ഇവിടെ ഒന്ന് വന്നേ. അമ്മ എന്നെ അമ്മയുടെ റൂമിലേക്ക് വിളിച്ചു. ഞാൻ അവളോട് അതും പറഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് പോയി. ഞാൻ അമ്മയുടെ റൂമിൽ ചെന്നതും അമ്മ എന്നെ മുറിയിൽ കയറ്റി കതകടച്ചു. എന്താ അമ്മേ, എന്താ പ്രശ്നം? ഞാൻ അമ്മയോട് ചോദിച്ചു. ഡാ മോനെ, സത്യം പറയടാ, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? എനിക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. അമ്മ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് ചോദിച്ചു. എന്താ അമ്മേ ഇങ്ങനെ? ഞാനില്ലെന്ന് പറഞ്ഞതല്ലേ. അമ്മ ഇന്നതോർത്ത് വിഷമിക്കണ്ട. അല്ലടാ, അറിയാതെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കിക്കോളാം. ഇനി അഥവാ വല്ലതും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അതില്ലാതാക്കുകയും വേണ്ടേ? കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാകില്ല, അമ്മ പറഞ്ഞു. ഓഫ്, എൻ്റെ പൊന്നമ്മേ, അമ്മയോട് ഇതൊക്കെ ആരാ പറഞ്ഞത്? വെറുതെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് വന്നേക്കുന്നു, ഞാൻ അമ്മയോട് പറഞ്ഞു. അല്ലടാ, ഞാനിതൊക്കെ കുറേ സ്ഥലത്തൊക്കെ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എന്നോട് ചോദിച്ചത്. എന്നാൽ ഇനി അമ്മ ചോദിക്കണ്ട, എന്നോട് മാത്രമല്ല അവളോടും. പിന്നെ ഞാൻ എൻ്റെ ബൈക്ക് എടുക്കാൻ പോവാം. അമ്മ വെറുതെ പോയി അവളോട് ഓരോന്ന് ചോദിക്കണ്ട. അവളാകെ ടെൻഷനിലാണ്. അവളൊന്ന് കിടന്നുറങ്ങിക്കോട്ടെ. അങ്ങനെ അതും പറഞ്ഞ് ഞാൻ പാർക്കിൽ കിടക്കുന്ന എൻ്റെ ബൈക്ക് എടുക്കാനായി പുറപ്പെട്ടു. വീടിന് പുറത്തിറങ്ങിയതും മുകളിലുള്ള ചേച്ചി എന്നെ കണ്ട് എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. എന്താടാ പ്രശ്നം? ആർക്കെങ്കിലും വല്ല അസുഖമുണ്ടോ? അമ്മ നിലവിളിച്ചോടുന്നത് കണ്ടു. ചേച്ചി എന്നോട് ചോദിച്ചു. ഏയ്, അതൊന്നുമില്ല. അമ്മ ഞങ്ങളെ തിരക്കി വന്നതായിരുന്നു, ഞാൻ ചേച്ചിയോട് പറഞ്ഞു. അതിന് നിങ്ങൾ എങ്ങോട്ട് പോയിരുന്നു? ചേച്ചി ചോദിച്ചു. അത് ഞാൻ അവളെ കോളേജിൽ വിടാൻ പോയപ്പോൾ ഞാനും അവളും ചെറുതായി ഒന്ന് വീണു. അതറിഞ്ഞ് അമ്മ ഓടി വന്നതാ. അയ്യോ, എന്നിട്ട് നിങ്ങൾക്ക് വല്ലതും സംഭവിച്ചോ? ഏയ്, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ബൈക്കിന് ചെറിയൊരു കംപ്ലൈൻറ്റ്, കുറച്ച് പണിയുണ്ട്, അത് ശരിയാക്കാൻ കൊടുത്തേക്കാം. ഞാനത് നോക്കാൻ പോവാ, ഞാൻ ചേച്ചിയോട് പറഞ്ഞു. എന്നിട്ട് അവളെവിടെ? ചേച്ചി ചോദിച്ചു. അവളിതാ അകത്ത് കിടക്കുന്നുണ്ട്, ഞാൻ ചേച്ചിയോട് പറഞ്ഞു. ഓ, അപ്പോൾ അവൾ ഇന്ന് കോളേജിൽ പോയില്ലേ? ഇല്ല, വീണപ്പോൾ ഡ്രസ്സിലെല്ലാം അഴുക്കായി, പിന്നെ സമയവും വൈകിയിരുന്നു, ഞാൻ ചേച്ചിയോട് പറഞ്ഞു. അപ്പോൾ നിൻ്റെ ജോലിയോ? ആ, അത് മുടങ്ങി, ഞാൻ പറഞ്ഞു. അല്ല, നീ എങ്ങനെയാണ് ഇനി ബൈക്ക് എടുക്കാൻ പോകുന്നത്? അത് കുറച്ചങ്ങോട്ട് നടന്ന് നോക്കട്ടെ, ആരെങ്കിലുമൊക്കെ കാണും, അവരെ കൂട്ടിയിട്ട് പോകണം, ഞാൻ ചേച്ചിയോട് പറഞ്ഞു. എടാ, ഞാൻ വേണമെങ്കിൽ ചേട്ടനെ വിളിക്കാം. ഏയ്, അതൊന്നും വേണ്ട, ഞാൻ പൊക്കോളാം, ഞാൻ പറഞ്ഞു. പിന്നെ ഇന്നലെ മീര എന്തൊക്കെയോ പറഞ്ഞിരുന്നു, എനിക്കതിന് എതിർപ്പൊന്നും ഇല്ല കേട്ടോ. ചേച്ചി ചെറിയ നാണത്തിൽ തല താഴ്ത്തിക്കൊണ്ട് എന്നോട് പറഞ്ഞു. എന്തു പറയണമെന്നറിയാതെ ഒരു ചെറുചിരിയിൽ ഞാൻ എൻ്റെ മറുപടി ഒതുക്കി. എന്താടാ, നിനക്ക് വേണ്ടേ? എന്താ ഒരാഗ്രഹമില്ലാത്ത പോലെ? ചേച്ചി എന്നോട് ചോദിച്ചു. ഏയ്, ആര് പറഞ്ഞു ആഗ്രഹമില്ലെന്ന്? നിങ്ങളെ കണ്ട അന്ന് മുതൽ ഞാൻ ആഗ്രഹിച്ച് നടക്കുക. നിങ്ങളെപ്പോലെ ഒരു പെണ്ണിനെ ആരാ ആഗ്രഹിക്കാത്തേ? ഞാൻ ചേച്ചിയോട് ചോദിച്ചു. ഓ, മതിയടാ എന്നെ പൊക്കിയത്, ഞാൻ ചിലപ്പോൾ പറന്നു പോകും, ചേച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് രാജേട്ടൻ്റെ ബുള്ളറ്റ് വീട്ടിൽ വന്നു. രാജേട്ടനെ കണ്ട ചേച്ചി എന്നോട് ചോദിച്ചു, ആരാടാ ഇതെന്ന്? ഞാൻ പറഞ്ഞു, അത് അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവാണെന്ന്. ബുള്ളറ്റിൽ നിന്നും ഇറങ്ങി രാജേട്ടൻ ചേച്ചിയൊന്ന് നോക്കി വീട്ടിലേക്ക് നടന്നു. അതെന്താടാ, അയാൾ നിന്നെ കണ്ടിട്ട് ഒന്നും മൈൻഡ് പോലും ചെയ്തില്ലല്ലോ?
ചേച്ചി എന്നോട് ചോദിച്ചു. ഓ, അയാൾ എന്നെ കാണാനൊന്നും വന്നതല്ലല്ലോ, ഞാൻ പറഞ്ഞു. പിന്നെ ആരെ കാണാൻ വന്നതാ? ചേച്ചി അതിശയത്തോടെ ചോദിച്ചു. അത് അമ്മയെ കാണാൻ വന്നതാ, ഞാൻ ചേച്ചിയോട് പറഞ്ഞു. അപ്പോൾ ഇയാളുടെ ഭാര്യ ഇങ്ങോട്ട് വരാറില്ലേ? ആ, വരാറൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അധികം വരാറില്ല. അതെന്താടാ? ആ, അതൊന്നും എനിക്കറിയില്ല. ഞാനൊന്ന് അകത്ത് പോയി നോക്കിയിട്ട് വരാം. ചേച്ചി പോകല്ലേ, ഞാൻ ഇപ്പോൾ വരാം. ഞാൻ ചേച്ചിയോട് അതും പറഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു കയറി ചെന്നു. അമ്മയുടെ റൂമിൽ നോക്കിയപ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. ഞാൻ നേരെ അനിയത്തിയുടെ റൂമിലേക്ക് പോയി നോക്കി. അവിടെ അനിയത്തി ഇരുന്ന് ഫോണിൽ കുത്തുന്നു. എന്നെ കണ്ട അനിയത്തി ചോദിച്ചു, എന്താടാ, എന്തു പറ്റി? ഞാൻ കൈകൊണ്ട് മിണ്ടല്ലേ എന്ന് കാണിച്ചു. എന്നിട്ട് ഞാൻ നേരെ കിച്ചണിലേക്ക് നടന്നു. ഞാൻ വരുന്നുണ്ടെന്നറിഞ്ഞിട്ടാവാം രാജേട്ടൻ പെട്ടെന്ന് കിച്ചണിൽ നിന്നും പുറത്തേക്ക് ചാടി. പിറകിലായി അമ്മയും വരുന്നുണ്ടായിരുന്നു. രണ്ടുപേരുടെ മുഖം ആകെ പേടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. എന്താടാ, നീ ഇതുവരെ പോയില്ലേ? അമ്മ വിറച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു. ഇല്ല, ഞാനൊരു കാര്യം പറയാൻ വന്നതാ, ഞാൻ അമ്മയോട് പറഞ്ഞു. എന്താടാ, എന്തു പറ്റി? അത് മുകളിലുള്ള ചേച്ചി ചോദിച്ചു അമ്മ എവിടേക്കാ നേരത്തെ കരഞ്ഞോണ്ട് ഓടിയതെന്ന്. ഞാൻ അവരോട് പറഞ്ഞു ഞാനും മീരയും കോളേജിൽ പോകുമ്പോൾ ബൈക്കിൽ നിന്നും ഒന്ന് വീണെന്ന്. അതറിഞ്ഞ് അങ്ങോട്ട് ഓടി വന്നതാണെന്ന്. ഇനി അഥവാ നിങ്ങളോടും ചോദിച്ചാലും അത് പറഞ്ഞാൽ മതി, അത് പറയാൻ വന്നതാ ഞാൻ അമ്മയോട് പറഞ്ഞു. ഓ, അതാണോ? അത് ഞാൻ പറഞ്ഞോളാം. നീ പോയി ബൈക്ക് എടുത്തിട്ട് പോര്, അല്ലെങ്കിൽ വല്ല കള്ളന്മാരും അതെടുത്തിട്ട് പോകും, അമ്മ എന്നോട് പറഞ്ഞു. അമ്മ എന്നെ പറഞ്ഞു വിടുന്നത് എന്തിനാണെന്ന് എനിക്ക് നല്ലോണം മനസ്സിലായിരുന്നു. രാജേട്ടൻ ആ സമയം ഒന്നും അറിയാത്ത പോലെ ഫോണിൽ കുത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ടായി. ഞാൻ നേരെ അനിയത്തിയുടെ റൂമിലേക്ക് ചെന്ന് അവളോടും പറഞ്ഞു, ഡി, രാജേട്ടൻ വന്നിട്ടുണ്ട്, എന്നിവിടെ വെറുതെ നടക്കും, നീ വേണമെങ്കിൽ കണ്ടോ, ഞാൻ പോവുക. നീ എങ്ങോട്ടാ പോകുന്നേ? അവൾ എന്നോട് ചോദിച്ചു. എടി, ഞാൻ ബൈക്ക് എടുക്കാൻ പോവാ. എടാ, അതിന് പിന്നെ പോകാം, നീ ഇങ്ങോട്ട് വാ, നമുക്ക് ഒരുമിച്ച് കാണാം. ഏയ്, അത് പറ്റില്ലടി അമ്മ, ഞാൻ പോകുന്നത് നോക്കിയിരിക്കുക, ഞാൻ പോയെങ്കിലേ കാര്യങ്ങൾ തുടങ്ങാൻ പറ്റുള്ളൂ, ഞാൻ അവളോട് പറഞ്ഞു. ഡാ, നിനക്ക് കാണണോ? അവൾ എന്നോട് ചോദിച്ചു. ഒന്ന് പോടി, ഞാനെങ്ങനെയാ? ഒന്നുമില്ലെങ്കിലും ഞാനൊരു മകനല്ലേ, ഞാൻ അവളോട് പറഞ്ഞു. ഓ, അവർക്കില്ലാത്ത വേദനയൊന്നും നമുക്ക് വേണ്ടടാ, വേണമെങ്കിൽ പറ, ഒരു ഐഡിയ ഉണ്ട്, അവൾ എന്നോട് പറഞ്ഞു. എന്ത് ഐഡിയ? എടാ, നീ അമ്മയും രാജേട്ടനും കാണാതെ പുറത്തിറങ്ങി പൊക്കോ, ഞാൻ പിറകിലെ വാതിൽ തുറന്നു വെക്കാം, നീ മതിൽ ചാടി അതിലൂടെ വന്നാൽ മതി, അവൾ പറഞ്ഞു. അതിന് വല്ലതും കാണാൻ പറ്റുമെന്ന് എന്താടി ഇത്ര ഉറപ്പ്? ഞാൻ ചോദിച്ചു. നീ വേണമെങ്കിൽ വാടാ, എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാമല്ലോ. ഓക്കേടി, ഞാൻ വരാം. അതും പറഞ്ഞ് ഞാൻ ഹോളിലേക്ക് ചെന്നു. ഹോളിൽ ഞാൻ പോകുന്നതും വെയിറ്റ് ചെയ്ത് അമ്മ നിൽക്കുന്നത് ഞാൻ കണ്ടു. ആ സമയം രാജേട്ടൻ എവിടെ പോയെന്ന് ഞാൻ കണ്ടില്ല. അമ്മേ, ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി നടന്നു. ഞാൻ പുറത്തിറങ്ങിയ ഉടനെ അമ്മ ഫ്രണ്ടിലെ കതകടച്ചു. പക്ഷേ ഞങ്ങളുടെ സകല പ്ലാനും തെറ്റിച്ചുകൊണ്ട് ചേച്ചി പുറത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയം ചേച്ചിയുടെ കാര്യം ഞാൻ മറന്നിരുന്നു. എന്താടാ ഒരു കള്ളലക്ഷണം? ചേച്ചി എന്നോട് ചോദിച്ചു. ഏയ്, ഒന്നുമില്ല. അല്ലല്ലോ, എന്തോ ഉണ്ട്. നീ അങ്ങോട്ട് പോയ പോലെ അല്ലല്ലോ ഇങ്ങോട്ട് വരുന്നത്. എന്താ പറയടാ, എന്നോട് പറ. ചേച്ചി എന്നെ വിടാതെ പിന്തുടർന്നു. ഏയ്, ഒന്നുമില്ല ചേച്ചി, ഞാൻ പോട്ടെ, വണ്ടി എടുക്കാൻ സമയം വൈകി, ഞാൻ ചേച്ചിയോട് പറഞ്ഞു. അല്ലടാ, അയാൾ എവിടെ? ചേച്ചി എന്നോട് ചോദിച്ചു. ആര്? അല്ല, ഇപ്പോൾ വീട്ടിലേക്ക് കയറി പോയില്ലേ അയാൾ. ഓ, രാജേട്ടനോ? രാജേട്ടൻ അകത്തുണ്ട്. അകത്തോ? അകത്തെന്താ പരിപാടി? അകത്ത് അമ്മ ഒറ്റക്കല്ലേ ഉള്ളൂ? ചേച്ചി ചോദിച്ചു. അല്ല, മീരയും ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞു. ഓ, പിന്നെന്തിനാ അമ്മ കഥ കടച്ചത്? അത് ചിലപ്പോൾ വല്ല പൂച്ചയോ പട്ടിയോ കയറാതിരിക്കാനായിരിക്കും, ഞാൻ പറഞ്ഞു. ശരിയാ, വല്ലതും വന്ന് കയറും, അമ്മയോട് കഥ കടച്ച് വെക്കാൻ പറഞ്ഞേക്ക്, ചേച്ചി എന്നെയൊന്ന് ആക്കിക്കൊണ്ട് പറഞ്ഞു. ഞാനൊന്നും പറയാതെ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു.
വീടിൻ്റെ ഗേറ്റ് കടന്ന് ഞാൻ പതിയെ ഒന്ന് ചുറ്റിലും നോക്കി. റോഡിലൊന്നും ആരെയും കാണുന്നില്ല. ഞാൻ പതിയെ വീടിൻ്റെ പുറകോട്ട് നടന്നു. വീടിൻ്റെ പുറകിലുള്ള വലിയ മതിൽ ഞാൻ ചാടിക്കടന്നു. പിറകിലുള്ള കതകിനടുത്ത് ചെന്നപ്പോൾ അനിയത്തി ആ കതക് തുറന്നിട്ടിരിക്കുന്നു. ഞാൻ പതിയെ വീടിൻ്റെ അകത്തേക്ക് കയറി. എന്നെ കണ്ട അനിയത്തി എൻ്റെ കൈ പിടിച്ചുകൊണ്ട് അവളുടെ റൂമിലേക്ക് വലിച്ചു കൊണ്ടുപോയി. എന്താടി, എന്താ പ്രശ്നം? ഞാൻ അടഞ്ഞ ശബ്ദത്തിൽ അവളോട് ചോദിച്ചു. ഇങ്ങോട്ട് വായട്ടാ, ഞാൻ പറഞ്ഞു തരാം എന്നും പറഞ്ഞ് അവൾ എന്നെ റൂമിലെത്തിച്ചു. എന്താടി പ്രശ്നം? നീ ഇനിയെങ്കിലും പറ, അവരെവിടെ? ഞാൻ അവളോട് ചോദിച്ചു. ചേട്ടാ, അവർ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, അവരൊക്കെ വേറെ ലെവലാ. എന്താടി, എന്താന്ന് വെച്ചാൽ ഒന്ന് തെളിച്ചു പറ. അവർ എവിടെയാണെന്ന് അറിയുമോ ചേട്ടന്? ഇല്ല, എവിടെയാ? ഞാൻ അവളോട് ചോദിച്ചു. അവർ ബാത്റൂമിലാ ചേട്ടാ എന്നും പറഞ്ഞ് അവൾ മുഖം പൊത്തി ചിരിക്കാൻ തുടങ്ങി. ബാത്റൂമിലോ? ഞാൻ അവളോട് ചോദിച്ചു. അതെ ചേട്ടാ, ഞാൻ കണ്ടു രണ്ടുപേരും കൂടി പോകുന്നത്. അവിടെ വെച്ച് എന്ത് ചെയ്യാനാ? അതൊക്കെ അവർ നോക്കിക്കോളും. കുറേ ആയില്ലേ ഇതൊക്കെ തുടങ്ങിയിട്ട്. പുതിയ വല്ല രീതിയും പരീക്ഷ നോക്കുകയായിരിക്കും. ഒന്ന് പോടി, ആരെ പറ്റിയാ പറയുന്നതെന്നൊക്കെ നിനക്ക് ഓർമ്മ വേണോട്ടോ. ഓ പിന്നെ, കണ്ടവർക്കെല്ലാം വെച്ചു കൊടുക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ഞാൻ പറയുന്നില്ല ഇപ്പം പ്രശ്നം. ഷേ, എന്നാലും ഒന്ന് കാണാൻ പോലും സമ്മതിച്ചില്ലല്ലോ അവർ. അവൾ പറഞ്ഞു. എടി, എനിക്കതല്ല, നമ്മൾ രണ്ടുപേരും കൂടെ ഉണ്ടായിട്ടും രാജേട്ടൻ വന്നല്ലോ. നമ്മൾ അറിയുമോ എന്നുള്ള പേടിയൊന്നുമില്ല, സമ്മതിക്കണം. ഞാൻ അവളോട് പറഞ്ഞു. ആര് പറഞ്ഞു രാജേട്ടൻ വന്നതാണെന്ന്? അമ്മ വിളിച്ചു വരുത്തിയതാ. അവൾ എന്നോട് പറഞ്ഞു. അതെങ്ങനെ? നീ കണ്ടോ അമ്മ വിളിക്കുന്നത്? കണ്ടില്ല, പക്ഷെ എനിക്കറിയാമായിരുന്നു രണ്ടുപേർക്കും ഇന്നൊന്ന് കൂടാൻ പ്ലാനുണ്ടെന്ന്. അതെങ്ങനെ? അത് അവർ തമ്മിലുള്ള നോട്ടവും സംസാരവും കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നു. എവിടെന്ന്? പോലീസ് സ്റ്റേഷനിൽ വെച്ചോ? ഞാൻ അവളോട് ചോദിച്ചു. അതെ ഏട്ടാ, എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഇന്ന് വലുതും നടക്കുമെന്ന്. പക്ഷേ അതിവിടെ വെച്ചായിരിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇവിടെ വെച്ചല്ലാതെ പിന്നെ എവിടെ വെച്ചാടി? ഞാൻ അവളോട് ചോദിച്ചു. അതിനാണ് ചേട്ടാ ഇപ്പോൾ സ്ഥലമില്ലാത്തേ. ചേട്ടൻ ബൈക്ക് എടുക്കാൻ പോകുന്നതറിഞ്ഞ് ആ ഗ്യാപ്പിൽ നോക്കി അമ്മ വിളിച്ചതാ. അമ്മയ്ക്ക് അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല, ആരെങ്കിലും ഒന്ന് വേണം. ഓഫ് എടി, നീ ഒന്ന് നിർത്ത്. ഞാനൊന്ന് പോയി നോക്കട്ടെ വല്ല ഒച്ചയും ബഹളവും കേൾക്കുന്നുണ്ടോ എന്ന്. ആ, അത് കൊള്ളാം, ഞാനും വരായേട്ടാ. നിനക്ക് സഹിക്കുന്നില്ലല്ലേ? വാ ഇങ്ങോട്ട്, ഒന്നും മിണ്ടരുത്. അങ്ങനെ ഞാനും അവളും പതിയെ അങ്ങോട്ടേക്ക് നടന്നു. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗം ഞാൻ ഉടൻ തന്നെ ഇടാട്ടോ. അപ്പോൾ ഈ പാട്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ആരും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.